നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ കറൻറ്റ് ടൈം, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇതെല്ലാം കണക്റ്റ് ചെയ്താണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. ലൈഫിൽ ഇന്ന് കണക്റ്റ് ചെയ്ത് പോകേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. അതുപോലെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതാണോ, എവിടെയാണ് നമ്മൾ സൈലൻ്റ് ആയിട്ട് നിൽക്കേണ്ടത്, എന്താണ് നമ്മുടെ ജീവിതത്തിലെ ബ്ലോക്കേജ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് നമ്മളിന്ന് റീഡിങ്സുകളെല്ലാം എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് എനർജിയെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന ഒരു റീഡിങ്സ് ലഭിക്കത്തുള്ളൂ. അതുപോലെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ അഫർമേഷൻസ് എഴുതണം. അഫർമേഷൻസ് എഴുതും തോറും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും, നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ടും, നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഫർമേഷൻസ് എഴുതാവുന്നതാണ്. ആരെഴുതിയാലും ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്ത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. കൂടാതെ തന്നെ മാര്യേജ് തടസ്സങ്ങളുണ്ടെങ്കിൽ, കരിയർ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ, പുനർപഠനത്തിനൊക്കെ പോകാനായിട്ട് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ബ്ലോക്കേജുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുന്നതിന് ഒക്കെ നിങ്ങൾ, പിന്നെ മൊബൈൽ അഡിക്ഷനൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ അഫർമേഷൻസ് എന്നും എഴുതി കഴിഞ്ഞാൽ അതനുസരിച്ച് മാറിക്കിട്ടും കേട്ടോ. ആ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. മണി അഫർമേഷൻസ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. വരാഹി മന്ത്രം പറയാറുള്ളത് പോലെ നൈറ്റ് മാത്രം ചെയ്യുക. പിന്നെ നമ്മൾ എപ്പോഴും നല്ലൊരു ക്ലിയർ മനസ്സിലേക്ക് വരാൻ, നമ്മുടെ മനസ്സ് ഏറ്റവും ശുദ്ധമായി തീരാനായിട്ട് റൈറ്റ് ഹീലിംഗ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എപ്പോഴൊക്കെയാണോ മനസ്സ് കലുഷിതമാകുന്നത്, സമാധാനം നഷ്ടപ്പെടുന്നത്, വല്ലാതെ ഒരു ഡിസ്റ്റർബൻസ് എനർജിയിലേക്ക്, ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന പോലെ തോന്നുന്നത്, അതെന്ത് കാര്യത്തെ കണക്റ്റ് ചെയ്താണ് നിങ്ങൾക്ക് ആ സമയത്തൊരു സ്ട്രെസ് ഫീലിങ്സ് ഉണ്ടാകുന്നത്, ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കിയതുപോലെ എഴുതി നിങ്ങൾ അപ്പം തന്നെ അത് കത്തിച്ച് കളയണം. വീണ്ടും ഓക്കെ ആവുന്നില്ലെങ്കിൽ വീണ്ടും എഴുതണം, കത്തിച്ച് കളയണം. നിങ്ങൾ റിലാക്സ് ആവുന്നത് വരെ നിങ്ങളത് ചെയ്യണം. പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് തന്നെ ചില വ്യക്തികളാവാം, ചില സിറ്റുവേഷൻസ് ആവാം, ചില സ്വപ്നങ്ങളാവാം, നമുക്ക് സാധിക്കാതെ പോയതും നമുക്ക് അർഹതയില്ലാത്തതുമായ ചില സ്വപ്നങ്ങളാവാം. അതൊക്കെ അങ്ങ് മാഞ്ഞു പോയി നമുക്ക് പുതിയൊരു തുടക്കം ലൈഫിലുണ്ടാവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നിലും അഡിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനെ കിടക്കരുത്. നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായതും അനുയോജ്യമായതും നമുക്ക് പോസിറ്റീവ് മാത്രം നൽകുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നമുക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത്, എവിടെയാണ് നമുക്ക് എത്തേണ്ടത്, അതിൽ കൂടുതൽ ഫോക്കസിങ് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. നമ്മുടെ ജീവിതം മാറ്റിയെടുക്കുക എന്നത് നമ്മളുടെ കൈകൾ കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ശ്രദ്ധ കൊണ്ടും നമ്മുടെ എന്താ പറയുക ഹാർഡ് വർക്ക് കൊണ്ടും ഒക്കെ അത് സാധിക്കുകയുള്ളൂ. മറ്റാർക്കും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഒരു സ്ട്രോങ് ആയ ബ്ലെസ്സിങ്സ് ആയ പുതിയ തുടക്കങ്ങൾ ഇന്ന് കുറേ ആളുകളുടെ എനർജിയിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളോട് നിങ്ങൾക്കതിൽ നിന്നൊരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ഇന്ന്. നിങ്ങൾക്കൊരു തുടങ്ങി വെക്കാനുള്ള അതിൻ്റെ തുടക്കത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ഓപ്പണിംഗ് ആവുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റാരോടെങ്കിലുമൊക്കെ ഗൈഡൻസ് തേടുന്നുണ്ടായിരുന്നുവെങ്കിൽ, ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട്, ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട്, ഒരു ക്ലാരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ആരോടെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു ഗൈഡൻസ് തേടിക്കൊണ്ടിരുന്ന വ്യക്തികളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, നിങ്ങളൊന്നും നോക്കണ്ട, മുന്നോട്ടേക്ക് ആക്ഷൻ എടുത്തോളുക. നിങ്ങളുടെ ജീവിത വിജയത്തിന്, നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് കറക്റ്റ് ചെയ്ത് മതി അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാനെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വെറീഡ് ആവണ്ട.
മാത്രവുമല്ല നിങ്ങൾക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അതായത് അതിൽ നിന്നും നിങ്ങൾക്ക് ലോസ് സംഭവിക്കുമോ, ഇരയാക്കപ്പെടുമോ, നിങ്ങളുടെ കോൺഫിഡൻസ് തകരുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളെ ഏൽക്കത്തില്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഒരു ജോലി ചേഞ്ച് ചെയ്യാനാണെങ്കിൽ, പുതിയൊരു കരിയർ പാതയിലേക്ക് ഇറങ്ങിത്തിരിക്കാനാണെങ്കിൽ, പുതിയൊരു ബിസിനസ് ചെയ്യാനാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഒരു തുടക്കം കുറിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ച് മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, ആ സ്റ്റക്നെസ്സിനെ നിങ്ങൾ വിട്ടിട്ട് ആക്ഷൻ എടുക്കൂ എന്നാണ് നമ്മളോട് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പൊയ്ക്കോളുക. എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങളൊന്ന് അഫർമേഷൻസ് എഴുതി ഒരു ബുക്കിൽ വെച്ചേക്കുക. ഇന്ന കാര്യം ഞാൻ ഇന്ന രീതിയിൽ ചെയ്ത് ഇന്ന അവസ്ഥയിൽ നിന്നും ഇന്ന അവസ്ഥയിൽ ഞാൻ എത്തി, ഇന്ന വർഷം എന്ന് പറഞ്ഞൊരു അഫർമേഷൻസ് എഴുതി അങ്ങ് വെച്ചിട്ട് സംഭവം നിങ്ങൾ തുടങ്ങിക്കോളുക. നിങ്ങളുടെ മനസ്സിൽ 2026 എൻഡിങ് ആയിക്കോട്ടെ, 27 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, ഏത് ഇയർ ആയിക്കോട്ടെ, നിങ്ങൾ ഇന്ന പൊസിഷനിൽ എത്തും ഞാൻ, അല്ലെങ്കിൽ ഇന്ന അവസ്ഥയിൽ എത്തും ഞാനെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി എഴുതി വെച്ച് നിങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്തോ. ബാക്കി എല്ലാം പ്രകൃതി പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിക്കൊള്ളും. ഫുൾ എനർജിയാണ്, മുന്നും പിന്നും നോക്കണ്ട എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏത് കാര്യത്തിനും അനുയോജ്യമായ, അതായത് ഒരു ഇൻഡിസിഷൻ വേണോ വേണ്ടയോ എന്നുള്ള ആ ഒരു തേങ്ങലോട് കൂടി നിൽക്കുന്ന, എല്ലാ കാര്യവും ഡിലേ ആക്കി വെക്കുന്നത്, ഡിലേ എന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡിലേ ആക്കി ഒരു കാര്യവും നിങ്ങൾ വെക്കരുത്. നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യവും ചെയ്യേണ്ടത് അത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യുക. നിങ്ങൾ വിധിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യരുത്. നിങ്ങളിൽ നിങ്ങളൊരു കോൺഫിഡൻസ് കൊടുക്കണം, നിങ്ങളോട് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവണം. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്നും നോക്കണ്ട, മുന്നോട്ടേക്ക് പ്രവർത്തിച്ചു കൊള്ളുക. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ, മറ്റുള്ളവരുടെ തടസ്സങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ മുന്നിലുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്കാണ് അറിയാവുന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക. ഇന്ന് എന്തെങ്കിലും ഒരു യാത്രയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പൊയ്ക്കോളുക. അതിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനും പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിരാശയൊക്കെ പെട്ട് നിൽക്കാതെ, ഇമോഷണലി ഒക്കെ ഒരു റിഗ്രറ്റ്, കുറ്റബോധവും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഫെയിലിയർ ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. നമ്മൾ പരാജയത്തെ മാത്രം സ്വപ്നം കണ്ടാൽ നമ്മളെ തേടി വരുന്ന പരാജയം മാത്രമാണ്. വിജയത്തെ സ്വപ്നം കണ്ട് പരാജയമായിട്ട് നിൽക്കുന്ന വ്യക്തി വിജയത്തെ സ്വപ്നം കണ്ടോ? ജീവിതത്തിൽ 100% നിങ്ങൾ വിജയത്തിലേക്ക് തന്നെയാണ് പോകുള്ളൂ. നിങ്ങൾ അറിയാതെ ആ ഒരു മാർഗം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം മുന്നും പിന്നും നോക്കണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ ആക്ഷൻ എടുക്കാം. നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സംസാരിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്, അവിടെ നിങ്ങൾ പതറി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന അവസരം ഇന്ന് കിട്ടും. അത് നിങ്ങൾ ഉപയോഗപ്രദമാക്കിക്കൊള്ളുക എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഏറ്റവും സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സാമ്പത്തികപരമാകുന്ന ചില കാര്യത്തിൽ നിങ്ങൾക്കൊരു ബ്ലോക്കിംഗ് എനർജി വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ കരിയർ മേഖലകളിൽ ഒരു ജോബ് സംബന്ധമായിട്ടൊരു ചേഞ്ചിങ്ങിനൊക്കെ ചിന്തിച്ച് നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ജോലിയെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു ജോബിനെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് എത്ര കൊണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതെ പോകുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ വല്ലാതെ ഡിസ്റ്റർബൻസ് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, ഒരു സ്തംഭന അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് മറ്റാരുടെയും പ്രോബ്ലംസ് അല്ല, നിങ്ങളുടെ ചിന്തയുടെ പ്രോബ്ലംസാണ്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് ധൈര്യക്കുറവ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നിലധികം പ്രശ്നങ്ങളെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുക. ഒരു പക്ഷേ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം, അതിനെ ബേസ് ചെയ്ത് ഇപ്പോഴും ആ ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ സ്വയം ചിന്തിച്ച് നിങ്ങൾ സ്വയം വരുത്തി വെച്ചിരിക്കുന്ന ചില സ്തംഭന അവസ്ഥകളാണ്. അതൊരു ജോലി ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണേലും നമുക്കിവിടെ ആദ്യം കിട്ടിയ എനർജി പോലെ നിങ്ങൾ കോൺഫിഡൻസോടു കൂടി എടുത്ത് നിങ്ങൾ തീരുമാനം എടുക്കുക. അതായത് വിശ്വാസത്തോടു കൂടി സക്സസ് എന്ന് തന്നെ ചിന്തിച്ച് തീരുമാനം എടുക്കുക. ഒരു പുതിയ ജോബിനെ തേടി ഇറങ്ങുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തും ബ്ലോക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ചിന്തയാണ്. നിങ്ങൾ എത്രത്തോളം സെൽഫ് കോൺഫിഡൻസോടു കൂടിയാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ വന്നു ചേരും.
കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കർമ്മം ചെയ്യുന്നതനുസരിച്ച് വരുന്നതാണ്. നിങ്ങൾ മോശമായിട്ടാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മോശമായതേ വരൂ. നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് വരുന്നത്. ഇവിടെ കാണിച്ചു തന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ശിക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ സ്വയം പറഞ്ഞ് നിങ്ങൾക്ക് ചുറ്റും കുറച്ച് കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്തൊരു ബൗണ്ടറി പോലെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്ത് കടക്കുന്നത് എങ്ങനെയാണെന്ന് എന്നിട്ട് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് ഏസോ സോഴ്സിലേക്ക് വരിക, നല്ലൊരു മെൻ്റൽ ക്ലാരിറ്റി വരുത്തുക. തകർച്ചകളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. വീഴ്ചകളും തകർച്ചകളും നഷ്ടങ്ങളും ചീറ്റിങ്ങുമൊക്കെ ലൈഫിൽ ഏറ്റവും വലിയ പാഠങ്ങളാണ്. 1-ാം ക്ലാസ് 2-ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു പോകാനുള്ള കുറേ പാഠങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളും സിറ്റുവേഷൻസുകളും നമ്മളുടെ സമയം വരെ. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ടേക്കുള്ള ഒരേ ചുവടും നിങ്ങൾ എങ്ങനെ വെക്കണം? വളരെ മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി വെക്കണം. ഒരാളോട് നമ്മൾ മനസ്സ് തുറന്നു പറഞ്ഞു, അവർ നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാൻ പഠിക്കും. ഒരാളെ വിശ്വസിച്ച് മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരെയും സ്നേഹിക്കുന്നതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അതിർവരമ്പിടാൻ പറ്റും. ഒരാളെ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് അത് നിങ്ങൾക്ക് നഷ്ടത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളും എന്താണ് മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി നഷ്ടം വരാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ, ജീവിതത്തിൽ തകർച്ചകളും മറ്റു കാര്യങ്ങളും ട്രാജഡികളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരേ ലെസണാണ്. അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയല്ല ചെയ്യേണ്ടത്. നന്നായി, ഇതിലും വലുത് വന്നാൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കണം. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടതൊരു മെൻ്റൽ ക്ലാരിറ്റിയാണ്, ഇൻ്റലക്ച്വൽ പവറാണ്. നിങ്ങളുടെ കഴിവ് തെളിയിക്കുക എന്നാണ് കാണുന്നത്. സ്റ്റക്കായിട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത് കേട്ടോ. ചിലപ്പോൾ ഈ നഷ്ടപ്പെട്ട ചില ബന്ധങ്ങളെയും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നും യാതൊരു ഫലവുമില്ല. ഒന്നും നമുക്ക് തിരിച്ചു വരേണ്ടത് നമ്മളിലേക്ക് തിരിച്ചു വരും, നമ്മളിൽ നിന്ന് പോകേണ്ടത് പോകും മറ്റ് ചിലതിന് വരാൻ വേണ്ടിയിട്ട് എന്നുള്ളത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഉറപ്പിക്കുക. കാരണം ഇതൊക്കെ വെറും ഒരു മിഥ്യയാണ്. ഒന്നും തന്നെ ഒരു ക്ലാരിറ്റി ഉള്ളതല്ല. നമുക്ക് എന്താണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് സത്യം. നമുക്ക് ചുറ്റും നടന്നു പോകുന്ന ഒന്നിനെയും കുറിച്ച് ഓർത്ത് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അത് പലതും പല രീതിയിൽ കണക്റ്റഡ് ആകും പോകും. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആകുക. ഇന്ന് ലൈഫിലൊക്കെ ഒരു തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങളുടെ ഉറച്ച തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആണ്. അതായത് ആക്ഷനുകൾ എടുക്കാൻ പറ്റുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. ട്രാവലിംഗ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള, ഞാൻ പറഞ്ഞില്ലേ, വിദേശത്തേക്കൊക്കെ ഉള്ള എനർജിക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം നല്ലതാണ്. വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് തീരുമാനമെടുക്കുക. എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. പിന്നെ വിദേശവാസത്തിനൊക്കെ ഇറങ്ങും മുമ്പ് നിങ്ങളുടെ സമയവും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സാമ്പത്തികം കൊടുക്കുന്ന ഏജൻസിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു റീഡിങ്സിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെയൊക്കെ നിങ്ങളത് അറിഞ്ഞിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങളെ സംബന്ധിച്ച് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. പിന്നെ ഒരു അഫർമേഷൻസ് എപ്പോഴും എഴുതുക. നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനുള്ള അഫർമേഷൻസ് രൂപത്തിൽ എഴുതുക. അത് ലഭിക്കുന്നത് വരെ, വിസ ലഭിക്കാനായിക്കോട്ടെ, പോകാനുള്ള നല്ല ജോബ് ലഭിക്കാനായിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ട് എഴുതണം. എഴുതി വെക്കും തോറും അതവിടെ ഇരുന്ന് വളർന്ന് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തും. അതുപോലെ തന്നെ ഒരു സ്റ്റക്നെസ്സാണ്, കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതായത് എന്ത് തീരുമാനം എടുക്കണം, എങ്ങോട്ട് പോകണം, എന്തിൽ ആക്ഷൻ എടുക്കണം, എവിടെയാണ് നല്ലത്, എവിടെയാണ് ചീത്ത എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ, വല്ലാതെ ഒരു സ്റ്റക്ക് എനർജി ഇന്ന് കാണുന്നുണ്ട്. ബെർഡനൊക്കെ കേട്ടോ, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ബെർഡൻ എടുക്കുന്നുണ്ട്. അതുപോലെ വഴിയെ പോയ കുറച്ച് വയ്യാവേലികളൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ആളുകൾ. സാമ്പത്തികപരമായിട്ടും അത് ഹെൽത്ത് പരമായിട്ടൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ഒരു ബെർഡനെ നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഇൻഡിസിഷൻ എനർജി, അതൊരു പക്ഷേ ഇമോഷണലി ചില വ്യക്തികളോട് തോന്നിയ അറ്റാച്ച്മെൻ്റ് ആവാം. ചില ബന്ധങ്ങളെ ബേസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ടൊരു റിലാക്സ് ആയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്.
സ്തംഭന അവസ്ഥകളാണ് പൂർണ്ണമായിട്ട്. ഇന്നത്തെ ദിവസം ഒരു വല്ലാത്തൊരു സ്തംഭന അവസ്ഥകളിലാണ് നിൽക്കുന്നത്. ബന്ധങ്ങളിൽ, പാർട്ട്നേഴ്സിൻ്റെ എനർജിയിൽ, പരുഭദ്രു ബന്ധങ്ങളിൽ ഒക്കെ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ചീറ്റിംഗ് പ്രസൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലുള്ളൊരു ചിന്തയൊക്കെ നിങ്ങളെ വല്ലാതെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഇംബാലൻസിങ് എനർജിയൊക്കെ നിങ്ങളിൽ ചിലരിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ എന്തിനേക്കോ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ ഇന്നത്തെ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അൺഹെൽത്തി സിറ്റുവേഷൻസ് ആണ് കൂടുതൽ ഇന്ന് വന്നിരിക്കുന്നത്. നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരു പാഠങ്ങളാണ്. ഓരോ എക്സ്പീരിയൻസും നമുക്ക് ഓരോ പാഠങ്ങളാണ്. നമുക്ക് എല്ലാം എന്താ പറയുക, വേദനിക്കാതെ അല്ലെങ്കിൽ നമ്മൾക്ക് ബാധിക്കാത്ത രീതിയിൽ കടന്നു പോകുന്ന ദിവസങ്ങളും നിമിഷങ്ങളൊന്നും നമുക്ക് നാളേക്കുള്ള ഒരു പാഠങ്ങളല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ ലഭിക്കുമ്പം, എവിടെന്നെങ്കിലുമൊക്കെ ആരിലെങ്കിലും ഒക്കെ നിന്ന് എന്തെങ്കിലും വേദനാജനകമാകുന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിക്കനുസരിച്ച് നിങ്ങളുടെ കർമ്മയും ഹീലാവും കേട്ടോ. കർമ്മ ഹീലിങ്ങിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമോഷണലി ചില കാര്യങ്ങളെ ബേസ് ചെയ്ത്, ഇമോഷൻസിൻ്റെ എനർജി ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചില കർമ്മ ഹീലിങ്സ് വരുന്നുണ്ട്. ഒരു എഫോർട്ട് എടുക്കാനുള്ളൊരു മനസ്സൊക്കെ, മുന്നോട്ടേക്ക് ലൈഫിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ചിന്തയൊക്കെ ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. അതായത് ചില ഇടത്ത് നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ്. ഇതൊക്കെ ഇങ്ങനെയാണ്, ഇനി ഇതിനൊന്നും മാറ്റമില്ല എന്നുള്ളൊരു തിരിച്ചറിവും ലൈഫിലേക്ക് ഒരു എഫോർട്ടിങ്ങിലേക്ക് മാറാനുള്ളൊരു മാനസിക അവസ്ഥയും ഒക്കെ നിങ്ങളിലേക്ക് കുറേ ആളുകളിൽ വരുന്നുണ്ട്. അതൊരു കർമ്മ ഹീലിംഗ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ഇന്ന് ചിലരെ സംബന്ധിച്ച് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ലൈഫിൽ ഏതെങ്കിലും വ്യക്തി ബന്ധങ്ങളിൽ ഉണ്ടായ ചില ട്രാജഡി, ചില വീഴ്ചകളെ ബേസ് ചെയ്തോ നിങ്ങൾക്ക് ഇന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു ചെറിയ ഹാർട്ട് ബ്രോക്കണ് കാരണമാകും. ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്നും നിങ്ങൾക്കൊരു ചെറിയ പെയിൻ എനർജി, ഒരു ചീറ്റിംഗ് ഫീലിങ്സ് പാർട്ട്നേഴ്സിൻ്റെ എനർജിയിൽ നിന്നും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ വിശ്വസിച്ച ചില ഇടങ്ങളിൽ നിന്നും ഇന്നൊരു ചെറിയ തോതിലുള്ള ഒരു ചീറ്റിംഗ് പ്രസൻസ് കാണിക്കുന്നുണ്ട്. അതൊന്നിലധികം വ്യക്തികൾ ഇൻവോൾവ് ആകുകയും ഒരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തിച്ചേരാനും സാധ്യത കാണുന്നുണ്ട്. വളരെയധികം മിതത്വം, സമാധാനം പാലിക്കുക കേട്ടോ. എല്ലാം പുതിയ തുടക്കങ്ങളെ ബേസ് ചെയ്താണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങിയെടുത്തൊക്കെ ഒരു സ്റ്റക്നെസ് വന്നിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ്, അതല്ലെങ്കിൽ കൂടെ നിന്നവരൊന്നും ആത്മാർത്ഥതയുള്ളവരല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു പക്ഷേ ഇന്ന് മാനസികപരമായിട്ട് മാത്രമല്ല ഫിസിക്കലിയും ഒരു ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഒരു എന്താ പറയുക, ശ്രദ്ധയോടുകൂടി നിൽക്കുക കേട്ടോ. മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി ഒരു ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിന് പ്രാധാന്യം കൊടുക്കുക കേട്ടോ. അതുപോലെ നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് കേട്ടോ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു സഹായം, ഒരു ഫാമിലിയോടായിരിക്കാം, നിങ്ങൾക്കൊരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട്, സഹോദരങ്ങളോടാവാം, പേരൻസിനോടാവാം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സിനോട് ആരോടെങ്കിലുമൊക്കെ നിങ്ങളൊരു സപ്പോർട്ട് ചോദിക്കുക. അത് സാമ്പത്തികപരമായിട്ടായിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനെ കണക്ട് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് ഇന്നൊരു സപ്പോർട്ടിൻ്റെ ആവശ്യം മറ്റു വ്യക്തികളിൽ നിന്നും വേണമെന്നുള്ളവർ നിങ്ങളുടെ കുടുംബ ബന്ധത്തിലുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ. ഇറ്റ്സ് അപ്പ് ടു യു എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. വിവാഹ സംബന്ധമാകുന്ന കാര്യങ്ങൾക്കൊക്കെ നോക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കായിക്കോട്ടെ, വിവാഹമൊക്കെ താമസമായിട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മാര്യേജിനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്കരികിൽ തന്നെ ഉണ്ട്. ഇറ്റ്സ് അപ്പ് ടു യു എന്നാണ് പറയുന്നത്. നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതനുസരിച്ച് അത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത്. യു ആർ റെഡി എന്നുള്ളൊരു എനർജിയും കൂടി നമുക്കിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിന് ആക്റ്റീവ് ആകണം. നിങ്ങൾ റെഡി ആവുക എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തിരിച്ച് കിട്ടാനോ മറ്റെവിടെയെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റിങ് ലഭിക്കാനോ
അല്ലെങ്കിൽ എന്താ പറയുക ലൈഫിലൊരു ഇന്നർ ഗൈഡൻസിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾ ഒരു സമർപ്പിച്ചൊരു പ്രാർത്ഥന, ഒരു പോസിറ്റീവ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെന്ന് ചിന്തിച്ച്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു പ്രാർത്ഥന സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളതിൽ എത്രത്തോളം പ്രാധാന്യം കൊടുത്തു. ഒരു പ്രാർത്ഥന ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വേറെ വഴിക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതിനകത്ത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതിനുള്ള മറുപടി എന്നാണ് കാണുന്നത്. റിമൈനിങ് പോസിറ്റീവ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പോസിറ്റീവായിട്ട് തുടരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിലേ ആയിട്ട് നിൽക്കുന്നു, നിങ്ങൾ പരിശ്രമിച്ചിട്ട്, നിങ്ങൾ വെല്ലുവിളികളെ അതിജീവിച്ച് ശരിക്കും പരിശ്രമിച്ചിട്ടും നിങ്ങളിലേക്ക് ഒരു കാര്യം വന്നു ചേരുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്ലാനിങ് ചെയ്തതാവാം, ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ, ഒരു പാഷൻ, എനർജിയെ ബേസ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്നതാവാം. നിങ്ങൾ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി നിങ്ങൾ ക്ഷമ കെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് വന്നു ചേരാനെങ്കിൽ പോസിറ്റീവായി തന്നെ തുടരുക. കാരണം അത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് നമുക്ക് എനർജിയിൽ പറയുന്നത് കേട്ടോ.